ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ കാശിലങ്കയിൽ നിന്ന് ഞങ്ങൾ മേഘാലയയിലേക്ക് പോകുന്നു. ഷില്ലോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ കാലി ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്, ഷില്ലോങ്ങിലേക്കാണ് പോണത്. ഇന്ന് ഷില്ലോങ്ങിലേക്ക് ഇവിടുന്ന് ഒരു 250 കിലോമീറ്റർ ഉണ്ട് ട്രാവലിംഗ്. ഷില്ലോങ്ങിലേക്ക് ഒരു ആറ് മണിക്കൂർ മേലാവുന്ന ഡ്രൈവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺ ദ വേയിൽ ഇങ്ങനെ പോകുമ്പോൾ കാണുന്നതൊക്കെ നിങ്ങൾക്കും കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഷില്ലോങ്ങിൽ ചെന്നിട്ടുള്ള ഞാൻ പോണതിന് വഴിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ ഒരു ലേക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ഡ്രൈവർ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോകുള്ളൂ. ഞങ്ങൾക്ക് ഇന്ന് സ്റ്റേ റൂം ഷില്ലോങ്ങിലാണ് നൈറ്റ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഓൺ ദ വേയിൽ പിന്നെ എന്തൊക്കെ ഉണ്ട് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടേ പോകുള്ളൂ. എന്ന് വെച്ചാൽ 6 മണിക്കൂർ ട്രാവലിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പോണ വഴിക്ക് ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ ഒരു നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, ഞങ്ങൾ പറഞ്ഞാൽ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നല്ല എവിടെയാണെങ്കിൽ അവിടെ കൊണ്ടുപോയാൽ മതിയെന്ന്. അപ്പോൾ ഇതൊരു നല്ലൊരു ഫേമസ് റെസ്റ്റോറൻറ്റാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ഓൺ ദ വേയിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് വേണ്ട. നല്ലൊരു റെസ്റ്റോറൻ്റാണെന്നാണ് പറഞ്ഞത്. ഫുൾ വെജിറ്റേറിയനാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊന്നും കഴിക്കാത്ത സൈസുള്ള ഫുഡുകൾ, നല്ല അടിപൊളി ടേസ്റ്റി ഫുഡുകളായിരുന്നു വെജിറ്റേറിയൻ. അതും കഴിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൺ ദ വേ. വഴിയൊക്കെ നല്ല അടിപൊളി വഴിയാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ ഇവിടെ പോണ വഴിക്ക് ഒരു ഉമിയും ലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു കാണേണ്ട ഒരു സ്ഥലമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഇവിടേക്ക് എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട്, എൻട്രി ടിക്കറ്റൊക്കെ ഉണ്ട് ഇവിടേക്ക്. ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ അങ്ങനെ പാർക്കിങ്ങിന് വേറെ. അപ്പോൾ ആ ലേക്ക് കാണാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഏകദേശം ഈവനിങ് ആയി തുടങ്ങി കേട്ടോ. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു. ഇതാണ് ആ ലേക്ക്. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടൽ പോലെ ഉണ്ടെന്ന് കാണുമ്പോൾ ഉണ്ടാകും, ഒരു കടലിൻ്റെ ഒരു ഫീലിങ്. ഇത് ലേക്കാണെന്ന് പറയില്ല, അത്ര ഭയങ്കര വലിയ ലേക്കാണിത്. ഉമിയും എന്നാണ് ഈ ലേക്കിൻ്റെ പേര്. നല്ല സൂപ്പറായിട്ട് കാണാനായിട്ട്. ഇപ്പോൾ ഈവനിങ് ടൈമായ കാരണം സൺസെറ്റിൻ്റെ ഒക്കെ ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു. ഈ കണ്ടില്ലേ സൺസെറ്റ് ആകുമ്പോൾ. അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള പരിപാടിയൊക്കെ ഇതൊക്കെയാണ്. ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റൊക്കെ ഫാൻ്റെ യൂസാണ് കേട്ടോ. ഈ ലേക്കിൻ്റെ ഇവിടെ ബോട്ട് റൈഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്ത് കേട്ടോ. അതിന് സെപ്പറേറ്റ് ടിക്കറ്റാണ്. ഈ സ്പീഡ് ബോട്ടിൽ തുടങ്ങിയ 400 രൂപ. പിന്നെ അധികം ആൾക്കാർ സ്പീഡ് ബോട്ടിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നോർമൽ ബോട്ടിൽ 200 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ ചാർജാണ്. നമ്മൾ എവിടെയും പോയിട്ടില്ല, നമ്മൾ ഇഷ്ടംപോലെ ബോട്ടിലൊക്കെ കയറിയ കാരണം അതിലൊന്നും റൈഡ് ചെയ്തില്ല. അതാണ് സ്പീഡ് ബോട്ട്. 2 ആൾക്കാരെ വെച്ച് റൗണ്ട് അടിച്ചിട്ട് വന്ന് വരികയാണ്. ഇത് 400 രൂപയാണ് ഒരു ട്രിപ്പിന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. റൗണ്ട് അടിച്ച് കിടക്കാണ് സ്പീഡ് ബോട്ട്. നമ്മൾ പിന്നെ കേരളത്തിൽ ഇഷ്ടംപോലെ ഇതിലൊക്കെ കയറി റൗണ്ട് അടിച്ചിട്ടുള്ള നമുക്ക് അതൊന്നും അത്ര വലിയ ഇതായി തോന്നിയില്ല. നമ്മൾ ജസ്റ്റ് ഈ ലേക്കൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ച് വന്നതാണ്. ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ. കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അതും അതാ ഞാൻ പറഞ്ഞ മാതിരി വലിയൊരു കടലിൻ്റെ ഒരു ഫീലിംഗാണ് കാണുമ്പോൾ. തിരയില്ലാന്ന് മാത്രം. അതിൻ്റെ നടുക്കിലൊരു ചെറിയൊരു ദ്വീപ് പോലെ ഒരു മലയൊക്കെ ഉണ്ട്. നമുക്കൊരു മരം കണ്ട സൂപ്പറായിട്ടുണ്ട്, ഇലയൊന്നും ഇല്ലാണ്ട്. അതൊരു നല്ലൊരു സീനാണ്. ഈ ലേക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മരം നിൽക്കുന്നത്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം സൺസെറ്റായി തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോകണമെങ്കിൽ ഇവിടുന്ന് ഇനിയും ദൂരമുണ്ട് നമ്മുടെ റൂമിലേക്ക്, ഷില്ലോങ്ങിലേക്ക്. അപ്പോൾ ഓണ്ട വേല ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മിസ് ചെയ്യാണ്ടൊന്ന് വന്ന് കണ്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് വരികയാണെങ്കിൽ സ്ഥലമൊക്കെ ഒന്ന് വന്ന് കാണണം, എക്സ്പീരിയൻസ് തരും കേട്ടോ. ഇതൊക്കെ അധികം ടിക്കറ്റ് ചാർജൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് വന്ന് കാണേണ്ടതാണ്. നല്ല രസമാണ്. ചുറ്റും മലകളും നല്ല ക്ലൈമറ്റ് വരുന്നത്. അപ്പോൾ അത് കണ്ട് ഞങ്ങൾ തിരിച്ച് കാറിലോട്ട് പോവാണ്.
പിന്നെ വെള്ളവും മലകളും കാടും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എത്ര കണ്ടാലും മതിയാവില്ല. അത്ര ഒരു കണ്ണിന് കുളിർച്ചയാണ് ഓരോ കാഴ്ചകളാണ് അതൊക്കെ. ഈ സിറ്റി ലൈഫ് മാതിരിയല്ലല്ലോ ഇതെന്നൊക്കെ പറഞ്ഞാൽ എത്ര കണ്ടാലും എത്ര നേരം ഇരുന്നാലും ഇങ്ങനെ നോക്കി ഇരിക്കാൻ തോന്നും. അത് കാരണം കണ്ടിട്ടും ഇവിടുന്ന് പോകാനായിട്ടൊരു മനസ്സില്ല. എന്നാലും പിന്നെ നമുക്ക് നമ്മുടെ സ്ഥലത്ത് എത്തണമല്ലോ. പിന്നെ രാത്രി ആവാറായി, ഈവനിങ് ആണ്. ഇപ്പോൾ 5 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്കും ഇവിടെ സൺസെറ്റ് ആയി തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ കാറിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സീൻ നോക്ക്, അടിപൊളി ലുക്കല്ലേ. ആ സൺസെറ്റിൻ്റെ ആ ഷെയ്ഡും ആ നടുക്കിലൊരു ദ്വീപ് പോലൊരു മല, അങ്ങനെ ഇതൊക്കെ കാണാനൊരു നല്ല രസം. കൊണ്ടിട്ട് ഫുള്ള് ചുറ്റിനും മലയാണ്. ഇടയ്ക്കിങ്ങനെ പ്രാവശ്യം മഞ്ഞൊക്കെ പെയ്തു തുടങ്ങി. അതാണ് ഒരു പുക പോലെ ഇങ്ങനെ ഒരു മൂടൽ. എന്നാലും ഇവിടെ ആൾക്കാർ ഇഷ്ടംമാതിരി എന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണുണ്ടോ. ഇതൊരു നല്ല ഡെസ്റ്റിനേഷനായിരുന്നു. ഇനി നാളെ ഞങ്ങൾ മേഘാലയ ഒക്കെയാണ് കറങ്ങാൻ പോണത്. മേഘാലയ, അത് കഴിഞ്ഞാൽ പിന്നെ ചിറാപുഞ്ചി, അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിറാപുഞ്ചിയിൽ നിന്ന് പിന്നെ ഷില്ലോങ്ങിലേക്ക് ഒരു ദിവസം ഞാൻ വന്നിട്ട് ഞങ്ങൾക്ക് 2 ദിവസം ഷില്ലോങ് ഉണ്ട് സ്റ്റേ. തിരിച്ച് ഷില്ലോങ്ങിലേക്കാണ് ഒരു ദിവസം വന്ന് ഷില്ലോങ്ങിൽ താമസിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്ന് ഞങ്ങൾ പോവുള്ളൂ ഗുവാഹട്ടി. ആൾക്കാരിങ്ങനെ ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഈ ബോട്ടിൽ കയറാനേ. അടിപൊളി സീനാണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടല്ലേ, എന്താ രസം. അത് ഈ ടൈമും ഈവനിങ് അവറായ ടൈമും പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അത് കാരണം എത്ര അത് കണ്ടിവിടെ നോക്കിന്നാലും മതിയാവില്ല നമുക്ക്. അങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലമാണിത്, ഉമിയം ലേക്ക്. അടിപൊളി. ഇതിപ്പോൾ മേഘാലയയിലേക്ക് എൻ്റർ ആയിട്ടാണ്. ഞങ്ങളിപ്പോൾ മേഘാലയയിലാണ്. ആസാമിൽ നിന്ന് ഇപ്പോൾ ചിറാപുഞ്ചി ഇവിടുന്ന് കാശിരംഗ ഞങ്ങൾ മേഘാലയയിലേക്ക് കയറി. മേഘാലയയിലാണ് ഷില്ലോങ്ങൊക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ഷില്ലോങ്ങിലാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ റൂമിലേക്കാണ് പോണത്. ഒരു ഷില്ലോങ്ങിൽ തഞ്ഞ് റൂമൊക്കെ എങ്ങനെയാണെന്ന് പോയി നോക്കണം. പക്ഷെ അവിടെ ഞങ്ങൾക്ക് 2 നൈറ്റ് ഉണ്ട്. ഇന്നും പിന്നെ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഷില്ലോങ്ങിൽ നിന്ന് പിന്നെ പോയിട്ട് ഒരു ദിവസം പോയി ചിറാപുഞ്ചിയിൽ സ്റ്റേ ചെയ്യും. പിന്നെ ചിറാപുഞ്ചിയിൽ നിന്ന് പിന്നെ റിട്ടേൺ ഈ റിസോർട്ടിൽ തന്നെയാണ് വന്നത്, ഈ ഹോട്ടലിലേക്ക് തന്നെയാണ് വന്നത്. ഇവിടെ തന്നെ റൂം. ഇതാണ് ഹോട്ടൽ. ദി ഗോൾഫ് റീട്രീറ്റ് എന്നാണ് അതിൻ്റെ പേര്. ദി ഗോൾഫ് റീട്രീറ്റ്, അതാണ് ഹോട്ടലിൻ്റെ പേര്. ഇവിടെയാണ് ഇന്ന് നൈറ്റ്. ഇതാണ് റൂം നമ്മുടെ. ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അവിടെ റൂമിൽ ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട്, അതാണ് കാണുന്നത്. റൂം നല്ല സൂപ്പർ റൂമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റൂമിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. എല്ലാം വുഡൻ ഫ്ലോറിംഗ് ആണ്. എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് തണുപ്പാണല്ലോ, കാരണം എല്ലാം വുഡൻ ഫ്ലോറിംഗ് ആണ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഇതും വുഡ് കൊണ്ടുള്ളതാണ് ഇവിടെയുള്ളതൊക്കെ. പിന്നെ ഈ ഹോട്ടലിൻ്റെ വാളൊക്കെ സാധാരണ നമ്മുടെ ചുമര് പോലത്തെ ചുമരാണ്. ഇത് വലിയ വിൻഡോ ആണ്, അതിൻ്റെ കർട്ടനാണ്. ഇത് ബെഡാണ്, ഡബിൾ ബെഡാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലത്തെ 2 റൂമാണ്. അടുത്തടുത്ത റൂമാണ്. തൊട്ടടുത്ത റൂം അവരുടെയാണ്, നമ്മുടെ സ്വന്തക്കാരുടെ. ഇതാണ് എൻട്രൻസ് ഡോറാണ്. ഇത് എൻട്രൻസ് ഡോറ്. അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെയാണ് ബാത്റൂം, ലെഫ്റ്റിൽ. ഇതാണ് ബാത്റൂം. കുഴപ്പമില്ലാത്ത ബാത്റൂമുകളാണ്, കുളിക്കാനും എല്ലാം നല്ല സൗകര്യമുണ്ട്. ഇത്തിരി വലിയ ബാത്റൂമാണ്. ടവല്, ഷാമ്പു, സോപ്പൊക്കെ വെച്ചിട്ടുണ്ട്. വലിയൊരു മിററുണ്ട്. ഇത് ഹീറ്ററുണ്ട്, വാട്ടർ ഹീറ്ററുണ്ട്. എന്നുവെച്ചാൽ വാട്ടർ ഹീറ്റർ ഇല്ലാണ്ട് കുളിക്കാൻ പറ്റില്ല, എന്നുവെച്ചാൽ അത്ര ഭയങ്കര തണുപ്പാണ്. ഇവിടെ 8 ഡിഗ്രി അങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി നൈറ്റൊക്കെ എത്ര ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും റൂമിലൊക്കെ ഭയങ്കര തണുപ്പാണ്. ഇത് കണ്ടത് നമ്മൾ വിൻഡോ കൂടെ നോക്കണപ്പോൾ കാണുന്നതാണ് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഒരു ഗോൾഫ് ഗ്രൗണ്ടാണ് കണ്ടത്. ഈ അംബർല പോലെ ഇരിക്കുന്നത് ഈ ഹോട്ടലിൻ്റെ തന്നെ ഒരു റെസ്റ്റോറൻ്റാണ്. വെളിയിലൊക്കെ ഇരുന്ന ആൾക്കാർക്ക് ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളത്. നല്ലൊരു സൂപ്പർ റെസ്റ്റോറൻ്റായിരുന്നു. റെസ്റ്റോറൻറ്റ് വിത്ത് റൂമൊക്കെ ഉണ്ട് ഇവിടെ, എല്ലാം ഉണ്ട്. അത് കാണുന്നത് ഗോൾഫ് ഗ്രൗണ്ട്. അപ്പോൾ ഞങ്ങൾ റൂമിൽ പോയിട്ടൊക്കെ ഒന്ന് ഫ്രഷ് അപ്പൊക്കെ ആയിട്ട് ഞങ്ങളിന്ന് പുറത്തേക്ക് പോവാണ്.
ഇവിടെ അടുത്ത് തന്നെ ഒരു 5-6 കിലോമീറ്ററിന് അപ്പുറം പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പോലീസ് ബസാർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഇത്ര. അവിടെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിലൊക്കെ മേടിക്കാൻ നമുക്ക് ഈ തണുപ്പിൻ്റെ സാധനം, അതാണ് അവിടേക്ക് പോകണം ഞങ്ങൾ. അവിടെ പോയി, ഇതാണ് ഈ പോലീസ് ബസാർ എന്നുള്ള സ്ഥലം. ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടംമാതിരി. ഇതുപോലെ ഇപ്പോൾ ബാംഗ്ലൂരുടെ ഇങ്ങനത്തെ നിറയെ ഏരിയകളുണ്ട്. ശിവാജിനഗർ കമേഴ്സ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതേപോലത്തെ ഒരു സ്ഥലമാണിത്, ഷില്ലോങ്ങിലത്തെ പോലീസ് ബസാർ. പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നാണ് പറയണത്. എല്ലാ ടൂർ പാക്കേജിലും ഈ സ്ഥലത്തിൻ്റെ ഇത് ഇൻക്ലൂഡ് ചെയ്യും. ഇവിടെയൊക്കെ വന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാനും ഇതൊക്കെ, നമ്മുടെ സ്വെറ്റർ, തൊപ്പികൾ, ജാക്കറ്റുകൾ, ഷൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ചീപ്പായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ രാത്രി വെറുതെ ഇരിക്കുകയല്ലോ റൂമിൽ നിന്ന് കൊണ്ട് ഞങ്ങളൊന്ന് ഇറങ്ങിയാണ്. റൂമിൽ നിന്നൊരു 3-4 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ ഇറങ്ങിയതാണ്. ബാഗുകൾ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ പറഞ്ഞാൽ കുറച്ച് വില കൂടുതലായിരിക്കും ഇവിടെ സാധനങ്ങൾക്ക്. നമ്മൾ വിചാരിക്കും ചീപ്പാന്ന്, പക്ഷേ ഞങ്ങളതിൻ്റെ വില കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ വില കൂടുതലാണ് ഇവിടെ സാധനങ്ങൾക്കൊക്കെ. പിന്നെ ഫ്രൂട്ട്സ് കടകൾ, ഓറഞ്ച്, ഇതെന്താണ് ഇത്, എന്താ വെജിറ്റബിൾ സാധനങ്ങളൊക്കെയാണ്. ഇത് ഓറഞ്ച് ഇഷ്ടംമാതിരി വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഈ ലേഡി എന്തോ ഒരു ഫ്രൂട്ട്സ് പോലത്തെ ഒരു സാധനം എന്തോ ഇലയിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്താ സാധനം നമുക്കറിയില്ല. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പേര് നമുക്ക് മനസ്സിലാവണില്ല. അവരുടെ ലാംഗ്വേജിലാണ് പറയണത്, ഹിന്ദിയല്ല, വേറൊരു ലാംഗ്വേജിലാണ് അവർ സംസാരിച്ചത്. ഏതോ ഒരു ട്രൈബൽ ലാംഗ്വേജാണ്. അപ്പോൾ കാശി ലാംഗ്വേജ് വന്നോ, കാശി ലാംഗ്വേജ് എന്നാണെന്തോ പറഞ്ഞിട്ട്. അത് കാരണം നമുക്ക് മനസ്സിലാവും, അവർക്ക് ഹിന്ദി അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഈ റോഡൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ നോർത്ത് ഈസ്റ്റ് ടൂർ പാക്കേജിലും ഈ സ്ഥലത്തിൻ്റെ ഇത് ഇൻക്ലൂഡാണ്. അതിൽ എഴുതിയിട്ടുണ്ട്, ഐറ്റിനറിയിൽ ഉണ്ടായിരുന്നു പോലീസ് ബസാർ വിസിറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഐറ്റിനറിയിൽ. അപ്പോൾ അത് കാരണം ഇവിടെ വന്നാണ്, നമ്മുടെ ഡ്രൈവർ ഇവിടെ കൊണ്ടുവന്നാണ്. പക്ഷേ ഇവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഏറ്റവും ചീപ്പായിട്ടുള്ള റേറ്റ് കിട്ടും. അത് കാരണം നമ്മളൊന്നും മേടിക്കാൻ പോയില്ല, ജസ്റ്റ് ഒന്ന് എല്ലാം കണ്ട് പോകാമെന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ. പക്ഷേ ഭയങ്കര തിരക്കാണ് ഇവിടെ. അതായത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയ കാരണം എല്ലാ സ്ഥലത്തും ആൾക്കാർ കാണാൻ വന്നു. ഞങ്ങൾ ഈ ഒരു സ്വെറ്റർ മേടിച്ചു കേട്ടോ വൈഫിന്, അതാണ് കണ്ടത്. അത് കുഴപ്പമില്ലാത്തൊരു റേറ്റിന് കിട്ടി, നന്നായിട്ടായിരുന്നു. അത് പറഞ്ഞ് മേടിച്ചു. അങ്ങനെ എല്ലാ ഒരുപാടുപെട്ട ഇങ്ങനെ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ, കാർപ്പറ്റ്, പിന്നെ ഇവിടെ ഈ തണുപ്പായ കാരണം ഈ ഫ്ലോറിലൊക്കെ വിരിക്കണ കാർപ്പറ്റ് പോലത്തെ സാധനങ്ങൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണിത്. പക്ഷേ റേറ്റ് നോക്കുമ്പോൾ ഭയങ്കര നമ്മുടെ നാട്ടിലേക്ക് ഭയങ്കര കൂടുതൽ റേറ്റാണ് കേട്ടോ. അതിന് ഷൂസുകളൊക്കെ ഇത് അത്ര ബ്രാൻഡ് ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. ഇത് ഫ്രൂട്ട്സുകൾ, ഗ്രേപ്സ്, അത് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതങ്ങനെയുള്ള കടകളുടെയൊക്കെ ഒരു റോഡ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾക്ക് ചെറിയ ടൂൾസുകൾ, ചെറിയ റിപ്പയറിനുള്ള വണ്ടി, സൈക്കിള്, സ്കൂട്ടറൊക്കെ, പിന്നെ കത്തികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡിൽ. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ്. ഇതൊന്ന് വെറുതെ ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് അങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഇത് കണ്ടില്ല, ഓരോ സാധനങ്ങൾ ബാമ്പൂൻ്റെ ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കണ്. ഓറഞ്ച് ഇഷ്ടംമാതിരി വെച്ചിട്ടുണ്ട് ആൾക്കാർ, കുറേ ആൾക്കാരുണ്ടായിരുന്നു ഓറഞ്ച് വെച്ച് നടക്കണം. ഓറഞ്ച് നല്ല ചീപ്പാണെന്നുണ്ട്. ഞങ്ങൾ മേടിച്ചു വിട്ടാൽ കുറച്ച് ഓറഞ്ച് മേടിച്ചു. പക്ഷെ അത്ര മധുരമൊന്നും ഉണ്ടായില്ല, ഇത്തിരി പുളിപ്പൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല ഫ്രഷ് സാധനമാണെന്ന്. അപ്പോൾ അങ്ങനെ കണ്ട് ഞങ്ങളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, നമുക്ക് അങ്ങനെ മേടിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും അത്ര വലുതായിട്ടൊന്നും നമ്മളൊന്നും കണ്ടില്ല. അത്ര സ്പെഷ്യൽ സാധനങ്ങളൊന്നും കണ്ടില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംമാതിരി കിട്ടുന്ന സാധനങ്ങളാണ്. നമ്മൾ വിചാരിച്ച് ഇവിടെയൊക്കെ വില കുറവായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലായിട്ട് വിലയാണ് ഇവിടെയൊക്കെ പറയുന്നത് നല്ല സാധനങ്ങൾ. അതെന്താ വെച്ചാൽ മെയിനായിട്ട് അറിയാലോ, അതായിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും, കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഇതൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ പുറത്ത് പറഞ്ഞ ആൾക്കാരെ എന്തുണ്ടാവുന്ന ബിസിനസ്സാണല്ലോ. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്തു നിന്ന് പോയ കാരണം നമ്മൾക്ക് അത്ര വലിയ ഇതൊന്നും തോന്നിയില്ല. പിന്നെ ഒന്ന് കാണാം, ഷില്ലോങ്ങിൽ വന്നതല്ലേ, ഇതും പാക്കേജിൽ ഇൻക്ലൂഡ് ആയ കാരണം. ഇത് കണ്ട്, ഇത് പച്ചമുളക്, പച്ചക്കുരുമുളക്, ഇത് ചുവന്ന കളറിലേക്ക് കേട്ടോ, ഇതൊരു മുളകാണ് കേട്ടോ. ഇത് പിന്നെ തക്കാളി എന്ന് പറഞ്ഞു, പക്ഷെ ഒരു ഡിഫറൻറ്റ് സൈസ് തക്കാളി. ഇത് പിന്നെ അറിയാമല്ലോ നമുക്ക്, ഇഞ്ചി, പച്ചമുളകാണ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്. പച്ചക്കുരുമുളകും വെച്ചിട്ടുണ്ട് ഇവിടെ.
തക്കാളിയും അതാണ്, തക്കാളി ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് ഇതാണ് മറ്റേ ഫാഷൻ ഫ്രൂട്ടാണ്, അത് ബ്രൗൺ കളറിലേക്കുള്ള കാന്താരി മുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അത് ഞാൻ ചെറുതായിട്ട് കാണുന്ന കാന്താരി മുളകാണ്. കാന്താരി മുളകുണ്ട്, ഇഞ്ചിയുണ്ട്. ഇത് സ്ട്രോബെറി ഇരിക്കുന്നുണ്ട് അവിടെ നിന്ന് പാക്കറ്റിൽ അവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട് സ്ട്രോബെറി. ഇതുണ്ട്, ഇത് കാന്താരി മുളകാണ്, ഭയങ്കര വരുമല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഷില്ലോങ്ങിൻ്റെ ബോർഡ് ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കണ്, അടിപൊളിയായിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഭയങ്കര സ്പീഡായിട്ട് നടക്കണം. ഈ ബോർഡ് കാണണ്ട്, ഇതൊരു മദ്രാസ് കഫേയാണ്. അവിടെ മസാല ദോശയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടു. അപ്പോൾ ഇത്രയുള്ളോട്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ.